മർത്യൻ്റെ ജീവിതത്തിൽ സാരമായുള്ളത് ചില മുന്തിയ മാത്രകൾ മാത്രം എന്ന് വൈലോപ്പിള്ളി പറയുന്നുണ്ട്. എൻ്റെ ആയുസ്സിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നിമിഷത്തിലാണ് ഇപ്പോൾ ശ്വാസം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനൊറ്റ കാരണമേ ഉള്ളൂ, ഫാദർ ബോബി ജോസ് കട്ടിക്കാട്. കാരണം എനിക്ക് ഏറ്റവും ആവശ്യമുള്ളൊരു സമയത്ത് എൻ്റെ ജീവിതത്തിലേക്ക് കയറി വന്ന ആളാണ് അച്ഛൻ. അച്ഛനത് അറിഞ്ഞിട്ടൊന്നും ഉണ്ടാവില്ല. എൻ്റെ നെറ്റിയിൽ നിസ്കാരത്തഴമ്പ് വല്ലാതെ ഇല്ല, പക്ഷേ എൻ്റെ നെഞ്ചിൽ ആയിരം ആയിരം ആലിംഗനങ്ങളുടെ തഴമ്പുണ്ട് എന്ന് ഒരു കവിത ഇന്നലെയാണ് വായിച്ചത്. എൻ്റെ നെറ്റിയിൽ നിസ്കാരത്തഴമ്പ് വല്ലാതെ ഒന്നുമില്ല, പക്ഷേ എൻ്റെ നെഞ്ചിൽ ആയിരം ആയിരം ആലിംഗനങ്ങളുടെ തഴമ്പുണ്ട്. അച്ഛൻ്റെ നെഞ്ചിൽ തീർച്ചയായും ആയിരം ആയിരം ആലിംഗനങ്ങളുടെ തഴമ്പുണ്ടാവും. അച്ഛൻ്റെ കൈപ്പത്തിയിൽ അനേകായിരം നെറ്റിയിലെ ചൂടുണ്ടാവും. അങ്ങനെ എനിക്ക് ഏറ്റവും അത്യാവശ്യമുള്ള സമയത്ത് എന്നെ വാരിപ്പുണർന്ന കരങ്ങളാണ് അച്ഛൻ്റേത്. അച്ഛൻ എന്ന ഒരാള് എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടുമുട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ ഈ ഞാനേ ഉണ്ടാവില്ലായിരുന്നു. ഞാൻ എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നത് അത്ര സുഖകരമായ കാര്യമല്ല എന്നറിയാം, പക്ഷേ ആ വാക്ക് ഉപയോഗിക്കാതെ ഒരു തരവുമില്ല. അച്ഛൻ എന്നൊരാളെ കണ്ടുമുട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ഈ ആളെ ആകില്ലായിരുന്നു. ഇങ്ങനെ പറയാൻ ഈ സദസ്സിൽ ഇനിയും ആളുകളുണ്ടാവും. അതാണ് അച്ഛൻ. നമ്മൾ അച്ഛനെ കേൾക്കാനാണ് വന്നിട്ടുള്ളത്. അച്ഛനെ നമുക്ക് കേട്ടു തുടങ്ങാം. മനുഷ്യരിലേക്ക് ഇങ്ങനെ കുറച്ചുകൂടി ഇട്ട് നോക്കാൻ പറ്റുന്ന നല്ല കാര്യത്തിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് വിചാരിക്കുന്നത്. നമ്മൾ പറയാറുണ്ട്, ലോകം ഇങ്ങനെ കുറെ കൂടി ഇങ്ങനെ സ്ലാൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. കോളേജില് നമ്മുടെ ചെറിയ മക്കളോട് പറഞ്ഞ കണക്ക് എമ്പാടുമുള്ള സൈനികർക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം മനുഷ്യന്റെ കണ്ണി നോക്കാൻ പാടില്ലെന്നുള്ളതാണ്. മനുഷ്യന്റെ കണ്ണി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ മറച്ചു പിടിച്ച് നിങ്ങളുടെ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ച കരുണ പുറത്തേക്ക് വരും. അതുകൊണ്ട് ഇങ്ങനെ നോക്കാൻ പാടില്ലെന്നുള്ളതാണ്. വിശേഷം കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലൊക്കെ അതൊരു കൃത്യമായ നിയമമായിരുന്നു. എന്നിലേക്ക് നോക്കുക, കൊച്ചി, കോഴിക്കോട് തുടങ്ങിയ നഗരങ്ങളിൽ ചെറുപ്പക്കാർ പച്ചകുത്തുന്നത് ഇങ്ങനെ അഴകുമായിട്ട് ബന്ധപ്പെട്ട ഗാസയിൽ അമ്മമാരെ നിങ്ങളുടെ ശരീരത്തിൽ പച്ചകുത്തുന്നത് ഇങ്ങനെ ചിതറിപ്പോകുമ്പോൾ മാറിപ്പോയിരിക്കാൻ വേണ്ടി മനുഷ്യനെന്ന നിലയിൽ ഉറ്റുനോക്കാനായിട്ട് പഠിച്ചിരുന്നെങ്കിൽ കരുണയാൽ സ്നാനം ചെയ്യപ്പെട്ട ഒരു കാലമുണ്ടായി. ഇപ്പോഴൊക്കെ നിങ്ങൾ മനുഷ്യൻ ഉറ്റുനോക്കിയിട്ടുണ്ടോ? അടുത്ത സെക്കൻഡ് സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ രണ്ടുപേരുടെയും കണ്ണിൽ നിറഞ്ഞൊഴുകാൻ തുടങ്ങും. അത് ഈ നദികളെ കുറിച്ച് പറയുന്ന കണക്കാണ്. റെയിലോട്ടൊക്കെ പോകുമ്പോൾ ഇപ്പൊ കുറെ അധികം ഇടങ്ങളിൽ മണൽ മാത്രമേ ഉള്ളൂ. പാലത്തിന് മുകളിലൂടെ തീവണ്ടി പോകുന്നത്. പാലത്തിന് മീതെ തീവണ്ടി പോകുന്നതിന്റെ അർത്ഥം ഒരിക്കലും അവിടെ ഇങ്ങനെ വലിയ നദികളുണ്ടായിരുന്നു. ഇപ്പൊ നദിയില്ല. പക്ഷെ സയൻസ് പഠിച്ചിട്ടുള്ള നമുക്കറിയാം, ജലത്തിന്റെ അളവിനെ വർദ്ധിപ്പിക്കാനോ കുറക്കാനോ പറ്റത്തില്ല. ജലത്തിന്റെ അളവ് എല്ലാ കാലത്തും എല്ലായ്പ്പോഴും ഒന്ന് തന്നെയായിരുന്നു. ഈ മറഞ്ഞുപോയ ഒരു ജലാംശവും എങ്ങും പോയിട്ടില്ല. അതൊക്കെ ഏതോ അടിത്തട്ടിലുണ്ട്. അതിനെ വീണ്ടെടുക്കാനായിട്ടുള്ള ഏറ്റവും ലളിതമായ ക്ഷണം ഇങ്ങനെ പരസ്പരം വിട്ടു നോക്കുക എന്നുള്ളതല്ലേ. കുറച്ചുകൂടി കേട്ടുകൊടുങ്ങാന്ന് പറയുമ്പോ ഈ പറഞ്ഞ കാര്യങ്ങളല്ല, പറയാത്ത കാര്യങ്ങൾ. നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എന്താണ് അയാളുടെ കണ്ണിന്റെ പ്രഭ മങ്ങിയത്? ഇന്നലെ നിങ്ങൾ കണ്ടൊരു മനുഷ്യൻ ഇന്ന് എന്തുകൊണ്ടാണ് കൂനിപ്പിടിച്ചിരിക്കുന്നത്? മനുഷ്യൻ ഏറ്റവും കൂടുതൽ പറയുന്നത് അവരുടെ ശരീരം കൊണ്ടാണ്. ഒരു ടെക്സ്റ്റ് ബുക്കൊക്കെ ഉണ്ട്, ബോഡി ക്യാൻ നെവർ ബിട്രേ. ഇല്ലായില്ലെന്ന് പറയുമ്പോഴും നമ്മൾ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത എല്ലാ കാര്യങ്ങളും ശരീരം വെളിപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. ശ്രദ്ധിക്കാന്നുള്ളതാണ്. മനുഷ്യനിങ്ങനെ നേരെ നിൽക്കാൻ പറ്റാത്ത എല്ലാ കാര്യങ്ങളെയും തള്ളി പറയാൻ പറ്റുന്നു. മനുഷ്യന് എങ്ങനെയെങ്കിലും നേരെ നിൽക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളോടും കൈവക്കണം. മനുഷ്യൻ നേരെ നിൽക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട.
അടുത്ത കാലത്തായിട്ട് ഇങ്ങനെ കുറച്ച് പുസ്തകങ്ങളൊക്കെ നമുക്ക് ചെറിയ പബ്ലിക്കേഷൻസ് ഉണ്ട്. പുസ്തകമായിട്ട് ബന്ധപ്പെട്ടവർക്കറിയാം ഈ സ്പൈൻ എന്ന് പറഞ്ഞൊരു സംഭവം ഈ പുസ്തകത്തിന്റെ ആ ഒരു രണ്ട് പുറങ്ങൾക്കിടയിലുള്ള നാട്ടിൽ ഉപയോഗിക്കുന്ന അതേ വാക്കാണ്. എന്തുമാത്രം രീതികളിലൂടെയാണ് മനുഷ്യന്റെ സ്പൈനെ നിലനിർത്താൻ അത് മനുഷ്യന്റെ ജീവിതം വളരെ സ്ലോയാണ്. ഇതിലേക്ക് പുറത്തോ അല്ലെങ്കിൽ അത് കണക്കുള്ള ഇടങ്ങൾക്ക് പുറത്തോ മനുഷ്യ ജീവിതം വളരെ വേഗതയിലാണ്. അവിടെ നിങ്ങൾക്ക് വേഗത പറ്റില്ല. വളരെ പതുക്കെ മിണ്ടുന്ന മനുഷ്യര്, വളരെ പതുക്കെ എണീക്കുന്ന മനുഷ്യര്, വളരെ പതുക്കെ നടക്കുന്ന മനുഷ്യർ, അവിടെ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും സ്ലോ ഡൗൺ ചെയ്തിരിക്കുകയാണ്. അതുമൊക്കെ ഒരു സമാന്തര ലോകം. സമാന്തര ലോകത്തിന് കുറച്ചുകൂടി ശ്രദ്ധ പുലർത്താനായിട്ട് ഇത്തരം മുത്തുവരവുകൾ നമ്മളെ സഹായിച്ചത് നല്ലതായിരിക്കാം. ഇവിടെ സിവിക് സാറുണ്ട്. ഇവിടുത്തെ ഒരു പൊതുബോധത്തെ കൃത്യമായിട്ട് രൂപപ്പെടുത്തിയ സബോൾട്ടൻ കൾച്ചറിലേക്ക് എല്ലാത്തിനെയും സംഘടനകളെയും സമുദായത്തെ ഒക്കെ വിളിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. പാഠകഥ എന്ന് പറയുന്ന മാസികയൊക്കെ നിങ്ങൾക്കറിയാം. ഏതെങ്കിലും തരത്തിൽ തെളിഞ്ഞോ മറിഞ്ഞോ ഒക്കെ മെച്ചപ്പെട്ട മനുഷ്യന് വേണ്ടി ചിന്തിക്കുന്ന മനുഷ്യരുടെ ഒരു സന്ധ്യയാണ്. ഗഫൂറിന് കണക്കുള്ള മനുഷ്യരുടെ സംഭാഷണങ്ങൾ അതിനെ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു കുഞ്ഞ് സംഭവം പറഞ്ഞിട്ട് എൻ്റെ ഈ പ്രചോദനം അവസാനിപ്പിക്കാൻ, എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു തീർക്കാനോ പറഞ്ഞ് അവസാനിപ്പിക്കാനോ എത്തിയതല്ല. മറിച്ച് അവിടെ ഇവിടെയൊക്കെ ഈ മനുഷ്യർക്ക് വേണ്ടി ചിന്തിക്കുന്ന മനുഷ്യരുടെ ഒപ്പം ഉണ്ടെന്ന് പറയാൻ വേണ്ടി നടത്തുന്ന ചെറിയ സഞ്ചാരങ്ങളായത്. നിങ്ങൾക്കൊരു ആശ്രമമുണ്ട് മസൂറിയിൽ. ഒരു മാസത്തിനടുത്ത് ഞാൻ സഞ്ജയുണ്ട് കൂട്ടത്തിൽ ഞങ്ങൾ അവിടെ ആയിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാഴ്ചകളും ഞങ്ങൾ മറന്നുപോയി. മസൂർ ഒരു ഹിൽ സ്റ്റേഷനാണ്. പക്ഷെ ഒരു 2 ആഴ്ച കഴിയുമ്പോൾ മറന്നു പോകുന്ന വിധത്തിൽ കാര്യങ്ങളേ ഉള്ളൂ ലോകത്ത് ഏത് കാഴ്ചയ്ക്കും. പക്ഷെ അവിടെ കണ്ടൊരു കുഞ്ഞു കുറിപ്പ് ഞങ്ങൾ കൂടെ കൊണ്ടുവന്നു. അതിങ്ങനെ ആശ്രമത്തിൻ്റെ നാൾവഴി പുസ്തകമാണ്, ക്രോണിക്കിളാണ്. അതിനകത്ത് ഒരു ഡേറ്റ് ഇട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 1968 ഒരു ഡേറ്റാണ്. ജൂലൈ 1 2 ഇന്ന് സംഭവിച്ചൊരു കാര്യം, അവിടുത്തെ ഒരു പുരോഹിതൻ ആരും സ്റ്റാബ് ചെയ്തു. 6 7 ദീർഘമായ ഇങ്ങനെ ആഴത്തിലുള്ള മുറികളുണ്ടായി. ഇത് തൊട്ടടുത്ത മുറിയിലുള്ള ഒരു വൈദ്യനെ അറിയിച്ചു. അത് രാത്രി ഓടി വരുമ്പോഴേക്കും ഇങ്ങനെ മരണാസനാണ് ഈ വ്യക്തി. മരണാസനങ്ങൾക്ക് വേണ്ടിയുള്ള ചില ശുശ്രൂഷയൊക്കെ ചെയ്യേണ്ടതുണ്ട്. പള്ളിയിൽ പോയിട്ട് ഇങ്ങനെ ഹോളി വാട്ടറോ ജീവികാരനൊക്കെ കൊണ്ടുവരുന്നു. എന്തോ കാര്യം മറന്നുപോയത് പിന്നെയും പോയിട്ട് മടങ്ങി വരുന്നു. 7 മിനിറ്റ് ഇവർക്കിടയിൽ ഉണ്ടായിരുന്നു. അവസാനം ഈ ആള് മരിച്ചുകൊണ്ടിരിക്കുന്ന ആള് ചോദിക്കുകയാണ്, നീ മരിക്കുന്നതിന് ഉറപ്പുണ്ട്? ഞാൻ മരിക്കുകയാണ്. പോലീസ് വരുമ്പോൾ അവരുടെ ആദ്യത്തെ അന്വേഷണം ഇതാണ്: 7 മിനിറ്റ് നേരം നിങ്ങൾക്ക് നൽകിയിട്ടും ഈ കുറ്റകൃത്യം ചെയ്ത പ്രതിയാരാണെന്ന് നിങ്ങൾ അന്വേഷിക്കാത്തല്ലോ. സന്യാസി പറഞ്ഞു, ഞാൻ ഡിറ്റക്റ്റീവ് അല്ല, ഞാൻ പുരോഹിതനാണ്. മാത്രം ശുദ്ധീകരിക്കുന്ന ഒരു ദിനവൃത്താന്തമായിട്ടാണ് ആ ഒരു കുഞ്ഞ് ഇൻസിഡന്റ് ഞങ്ങളിങ്ങനെ വായിച്ചെടുക്കുന്നത്. ഭൂമിയെ ശുദ്ധീകരിക്കുന്ന ഒത്തിരി ഇൻസിഡൻസ് ഉണ്ട്. പക്ഷെ അത് മാത്രമാണ് ഇങ്ങനെ ഉള്ളിൽ ഫിൽറ്റർ ചെയ്ത് കഴിയുമ്പോൾ നമ്മളോടൊപ്പം നമ്മൾ കൊണ്ടുപോകുന്നത്. ബാക്കി എല്ലാം നമ്മൾ വിട്ടുകളയുക. എൻഡ് ഓഫ് ദ ഡേ എന്ന് പറയുന്ന മിസ്റ്റിക്കായ കവി പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ എങ്ങനെയായിരിക്കും ജഡ്ജ് ചെയ്യപ്പെടാൻ പോകുന്നത്? യു ആർ ഗോയിങ് ടു ബി ജഡ്ജ് ബൈ ലവ്. സായന്തനത്തിൽ നിങ്ങൾ എന്തുമാത്രം ശേഖരിച്ചെന്നോ, എന്തുമാത്രം സഞ്ചരിച്ചെന്നോ, എന്തുമാത്രം അച്ചീവ് എന്നുള്ളതൊന്നും നിങ്ങൾ നിശ്ചയിക്കാൻ പോകുന്നില്ല. ഒറ്റ ചോദ്യമേ ഉള്ളൂ: നിങ്ങൾ എത്ര സ്നേഹിച്ചിട്ടുണ്ട്? അതിൻ്റെ ഭംഗിയുള്ള അനക്കങ്ങൾ ഇത്തരം സന്ധികളിൽ സംഭവിക്കുന്നുണ്ട്. ആ ശബ്ദങ്ങൾ കൂടി റെസൊണേറ്റ് ചെയ്യട്ടെ, മുഴങ്ങട്ടെ എന്ന ഒരു കുഞ്ഞു പ്രാർത്ഥനയോടുകൂടി ഒരു ആമുഖ വിചാരം അവസാനിപ്പിക്കുകയാണ്. കഴിഞ്ഞ ദിവസം വേറൊരു സ്ഥലത്ത് യാത്രയിൽ, അപ്പോൾ അവിടെ കുറേ ആളുകൾ, സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും, ഒരു സ്വർണ്ണ പല്ലുകൾ വെച്ചു. കുറേ ആളുകൾ സ്വർണ്ണ പല്ലുകൾ വെച്ചു. അപ്പോൾ അത് നമുക്കൊരു കൗതുകമാണല്ലോ, എന്തിനാണ് ഒരു സ്വർണ്ണപ്പല്ല് വെക്കുന്നത്? അപ്പോൾ അതിനെക്കുറിച്ച് ആ കൂട്ടത്തിൽ ഒരാളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, അവർ സ്വർണ്ണപ്പല്ല് വെച്ചതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? വിൽക്കാൻ പറ്റുന്ന അവരുടെ സ്വത്തുവകകളൊക്കെ അവർ വിൽക്കുക. അത് വിറ്റിട്ട് തങ്കമാക്കി മാറ്റിയിട്ട് അത്
കല്ലിൻ്റെ രൂപത്തിലേക്ക് മാറ്റിയിട്ട് അതാണ് ഈ സ്വർണ്ണപ്പല്ല്. വിൽക്കാൻ പറ്റുന്ന എല്ലാവരും വിൽക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാം? ഏത് നിമിഷവും യുദ്ധം സംഭവിക്കാവുന്ന പശ്ചാത്തലത്തിലാണ് അവർ ജീവിക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ്. യുദ്ധം ഏത് തരത്തിലുള്ള യുദ്ധവുമാണ്. രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം മാത്രമല്ല, മനുഷ്യർ തമ്മിലുള്ള കലഹവുമാകാം. എന്നാൽ ലോക മഹായുദ്ധത്തിന്റെ സമയത്ത് വിയന്ന നഗരത്തില് ആ സമയത്ത് ഒരു പ്രളയം ഉണ്ടായി. ദാന്യൂബ് നദിയൊക്കെ കരകവിഞ്ഞൊഴുകി നഗരത്തിലേക്ക് ഇങ്ങനെ കവിഞ്ഞൊഴുകി. നഗരത്തിലെ റോഡുകളൊക്കെ പുഴയിൽ മാറി, കടകളിലേക്കൊക്കെ വെള്ളം കയറുക. ഇത് കടകളുടെ അകത്തുള്ള ആളുകളെല്ലാം കടയുടെ കെട്ടിടത്തിന്റെ മുകളിലേക്ക് കയറുന്നു. എല്ലാ ആളുകളും മുകളിലേക്ക് കയറിയിട്ട് താഴേക്ക് ഇങ്ങനെ നോക്കുകയാണ്. വെള്ളം ഒഴുകി പോകുന്നു. ആ ഒഴുകി പോകുന്ന വെള്ളത്തിൽ വാഹനങ്ങളുണ്ട്, മരങ്ങളുണ്ട്, ജീവജാലങ്ങളൊക്കെ ഉണ്ട്. ആ കൂട്ടത്തിലൊരു മനുഷ്യനുണ്ട്. ഒരു മനുഷ്യനിങ്ങനെ ഒഴുകി പോകുന്നത് ആളുകൾ മുകളിൽ നിന്നിട്ട് കാണുകയാണ്. ഈ സമയത്ത് ഒരു ചെറുപ്പക്കാരൻ ആ വെള്ളത്തിലേക്ക് എടുത്ത് ചാടാൻ ഒരുങ്ങുകയാണ്, ആ ഒഴുകി പോകുന്ന ആളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ആളുകളെല്ലാം അയാളോട് ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട്, അയാളെ രക്ഷപ്പെടുത്തണ്ട, അയാളൊരു ജൂതനാണ്, ഒരു ജൂതനെ രക്ഷപ്പെടുത്തേണ്ട കാര്യമില്ല എന്നോട് ഉറക്കെ വിളിച്ചു പറയുന്നു. പക്ഷെ എന്നിട്ട് അതൊന്നും അനുസരിക്കാൻ തയ്യാറാവാതെ ഇയാളുടെ കോട്ട് ഊരി മാറ്റിയിട്ട്, ഡ്രസ്സൊക്കെ ഊരി മാറ്റിയിട്ട് ഇയാൾ ആ വെള്ളത്തിലേക്ക് എടുത്ത് ചാടാൻ ഒരുങ്ങുമ്പോൾ ആളുകൾ പിന്നെയും വിളിച്ചു പറയുന്നുണ്ട്, ഒരു ജൂതനാണ്, ഒരു ജൂതന്റെ ജീവൻ രക്ഷിക്കേണ്ട കാര്യമില്ല, അയാൾ മരിച്ചു പോയിക്കോട്ടെ എന്ന് പറയുന്നു. പക്ഷെ അത് കേൾക്കാൻ നിന്നില്ല. ഇയാൾ ആ വെള്ളത്തിലേക്ക് എടുത്ത് ചാടി കഷ്ടപ്പെട്ട് ആ ഒഴുകിക്കൊണ്ടിരുന്ന മനുഷ്യനെ രക്ഷപ്പെടുത്തി കരയിലേക്ക് എടുത്തുകൊണ്ട് വന്നു. കരയിലേക്ക് എടുത്തുകൊണ്ട് വന്നപ്പോൾ ആളുകളെല്ലാം ഓടിക്കൂടി. ആളുകളെല്ലാവരും അമ്പരപ്പോടെ തിരിച്ചറിയുന്നൊരു കാര്യം, അയാൾ ജൂതൻ അല്ല എന്ന കാര്യം. ചെറുപ്പക്കാരനാണ്, ജൂതനല്ല. അപ്പൊ ആളുകളെല്ലാം ചെറുപ്പക്കാരനെ ഇങ്ങനെ നോക്കി. അയാളുടെ കോട്ടെടുത്ത് അണിയുന്നുണ്ട്. കോട്ടെടുത്ത് അണിയുന്ന സമയത്ത് ആളുകൾ അയാളോട് ചോദിക്കുന്നത്, നിനക്ക് എങ്ങനെ മനസ്സിലായി അയാൾ ജൂതനല്ല എന്ന് നിനക്ക് എങ്ങനെ മനസ്സിലായി? അയാൾ പറഞ്ഞു, ഞാനൊരു ജൂതനാണ്. ഇയാളിന് പലവട്ടം തെറി പിടിച്ചിട്ടുണ്ട്, എന്റെ മുഖത്തേക്ക് തുമ്പിയിട്ടുണ്ട്, എന്നെ അശ്ലീലപ്പെടുത്തിയിട്ടുണ്ട്. എനിക്ക് മനസ്സിലായി ഇയാളുടെ ജൂതനല്ല. അവരൊക്കെ നിരായുധരായി മാറുകയാണ് ചെയ്യുന്നത്. ഫിറാഖ് എന്ന് പറയുന്ന സിനിമ, അതിലൊരു ചെറിയ ഗ്രാമത്തില് പിന്നെ ഒരു ചെറിയ ഭൂപ്രദേശത്തിലൊരു കലഹങ്ങളാണ്, വർഗീയ കലഹങ്ങളുണ്ടാവും. അതിലൊരു സമൂഹത്തെ മറ്റുള്ളവരൊക്കെ വേട്ടയാടുക. ആ വേട്ടയാടപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിലൊരു ആളുണ്ട്, ഒരു അച്ഛനും മകനുമാണ്. അയാള് ഈ കലാപകാരികളുടെ കണ്ണിൽ നിന്നൊക്കെ ഒളിച്ച് ഇവിടെ ഒരു ചെറിയ സ്പേസ് കിട്ടിയപ്പോൾ അവിടെ ഒളിച്ചിരിക്കുകയാണ്. കുറെ സമയം കഴിഞ്ഞ് കലാപകരൻ അടങ്ങുന്നുണ്ട്. രാത്രി കലാപം അടങ്ങി എന്നറിഞ്ഞപ്പോൾ അയാൾ മെല്ലെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അയാൾ 8 വയസ്സുള്ള അയാളുടെ കുട്ടിയുണ്ട്. 8 വയസ്സുള്ള അയാളുടെ മകന്റെ കൈ പിടിച്ചിട്ട് അയാൾ ആ ഒളിഞ്ഞിരുന്ന സ്ഥലത്ത് നിന്ന് ഇങ്ങനെ പുറത്തേക്ക് വരുമ്പോൾ അയാളുടെ തലയിലേക്ക് ഒരു അമ്മിക്കല്ല് വന്നു വീഴും. 8 വയസ്സുള്ള കുഞ്ഞിന്റെ മുന്നിൽ വെച്ച് ആ അച്ഛൻ വെള്ളത്തിൽ മരിക്കും. ആ അമ്മിക്കല്ല് ഇടുന്നത് ആരാണ് എന്ന് പിന്നെ കാണിക്കുമ്പോഴാണ് നമ്മൾ ഞെട്ടിപ്പോവുക. ഇയാളുടെ അയൽക്കാരൻ. ഈ അയൽക്കാരന് വലിയ വലിയ പുസ്തകങ്ങൾ വായിച്ച ആളും മനുഷ്യനെ ശത്രുവാക്കാനുള്ള വലിയ കാരണങ്ങളെ കുറിച്ച് വായിച്ച ആളൊന്നുമല്ല. പക്ഷെ അയാള് ഇവിടെ ഉള്ളിൽ വെറുപ്പ് എന്നൊരു അംശം കടന്നു വന്നതോടുകൂടി തൊട്ടപ്പുറത്തുള്ള മനുഷ്യനാണ് ശത്രുവായി മാറി. പത്രി എന്ന് പറയുന്ന ഒരു സ്ത്രീയെ കുറിച്ച് വായിച്ചിട്ടുണ്ട്. ഈ 2ാം ലോക മഹായുദ്ധം കഴിഞ്ഞ് പഴയ നാസികളെ കുറ്റവിചാരണ നടത്തുന്നുണ്ട്. പഴയ നാസി പട്ടാളക്കാരെയും അവരുടെ കുടുംബങ്ങളെയും ഒക്കെ കുറ്റവിചാരണ നടത്തുന്ന സമയത്ത് ഈ സ്ത്രീയെ കുറ്റവിചാരണ നടത്തുന്നുണ്ട്. അവർ കുറ്റവിചാരണ നടത്താനുള്ള കാരണം എന്താണെന്നറിയോ? അവർ 3 കുട്ടികളെ കൊന്നിട്ടുണ്ട്. ജഡ്ജി ഇവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് അവരെ കൊന്നത്? ഒരു നിർവികാരതയോട് കൂടി ആ സ്ത്രീ പറയാം, ഞാൻ വൈകുന്നേരം എൻ്റെ മക്കൾക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് എൻ്റെ വീടിൻ്റെ വാതിലിൽ ആരോ ഇങ്ങനെ മുട്ടുന്നുണ്ട്.
ഞാൻ തുറന്നു നോക്കിയപ്പോൾ 3 കുട്ടികൾ ജൂതന്മാരെ ഒന്നിച്ചു കൊണ്ടുപോകുന്ന ബസ്സിൽ നിന്ന് ഓടി രക്ഷപ്പെടുത്ത, ചാടിയിട്ട് രക്ഷപ്പെട്ട കുട്ടികൾ. ആ കുട്ടികൾക്ക് നല്ല വിശക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാനവർക്ക് ഭക്ഷണം കൊടുത്തു. പിന്നെ കുറെ നേരം കാത്തിരുന്നു. പട്ടാളക്കാരനായ എൻ്റെ ഭർത്താവ് വരാൻ വേണ്ടി. കുറേ സമയമായിട്ടും എൻ്റെ ഭർത്താവ് വരുന്നില്ല. അപ്പൊ ഞാൻ ആ കുഞ്ഞുങ്ങളെ വീടിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോയിട്ട് വെടിവെച്ച് കൊടുക്കുന്നു. അപ്പൊ ചേച്ചി ചോദിക്കുന്നുണ്ട്, ഭക്ഷണം കൊടുത്ത കൈകൾ കൊണ്ട് തോക്ക് പിടിച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ ആ കുട്ടികൾ നിങ്ങളോടൊന്നും ചോദിച്ചു. നിങ്ങൾ അവരെ വെടിവെച്ച് കൊല്ലുന്നത് കണ്ടപ്പോൾ ആ കുട്ടിയോടൊന്നും ചോദിച്ചു. ഈ സ്ത്രീ അതേ നിർവികാരതയോട് പറഞ്ഞ മറുപടി എന്തായിരുന്നു എന്നറിയാം? അവർ ചെറുതായിട്ടൊന്ന് കരഞ്ഞു എന്ന് തോന്നുന്നു. നമ്മുടേതല്ലാത്ത മനുഷ്യരൊക്കെ ഒഴിവാക്കപ്പെടേണ്ട മനുഷ്യരാണ് എന്ന് സ്ത്രീയുടെ മനസ്സിൽ കുത്തിവെച്ചതാണ്. അവര് ശാസ്ത്രീയ മഹാഗ്രന്ഥങ്ങളൊന്നും വായിച്ച ആളല്ല, അതിന്റെ തത്വശാസ്ത്രങ്ങളൊന്നും പഠിച്ച ആളോ വായിച്ച ആളൊന്നുമില്ല. ഈ വാക്കുണ്ടല്ലോ, എംപറൈസിംഗ് ഹ്യൂമാനിറ്റി, നമുക്ക് നമ്മുടെ കാലത്തോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ കടമയാണ്. രജിക്ക് എപ്പോഴും പറയാറുള്ളൊരു കാര്യമുണ്ട്, ഒരു ചുരുങ്ങിയ കാര്യം, മിനിമൽ ആയിട്ടുള്ളൊരു കാര്യം. നമ്മൾ എവിടെയാണ് ജീവിക്കുന്നത്, ലോകത്ത് എവിടെയാണെങ്കിലും നമ്മുടെ ചുറ്റുമുള്ള കുറച്ച് മനുഷ്യന്മാർക്ക് നമ്മൾ വേണ്ടപ്പെട്ട മനുഷ്യനായി മാറാം. ഈ അടുത്ത് വായിച്ചൊരു സ്റ്റോറിയിൽ ഒരു അച്ഛന് തീരെ വയ്യാതെ ആശുപത്രിയിലേക്ക് കൊണ്ടുവരും. അദ്ദേഹത്തെ പരിചരിക്കുന്ന ഒരു നഴ്സ് ഉണ്ട്. ആ നഴ്സ് വൈകുന്നേരം പോയി പുതിയ നഴ്സ് വന്നു. പുതിയ നഴ്സ് വന്നപ്പോൾ തന്നെ ഈ നഴ്സിനെ മനസ്സിലായി അച്ഛന് തീരെ വയ്യ. അച്ഛനിങ്ങനെ മരണത്തിന്റെ മുഖത്ത് നിൽക്കുന്നത് പോലെ തോന്നുകയാണ് അവർക്ക്. അവര് മെല്ലെ ചെന്നിട്ട് ആ അച്ഛനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ മകൻ പുറത്തിരിക്കുന്നുണ്ട്, അവനെ ഇങ്ങോട്ട് വിളിക്കണോ? അപ്പൊ ഈ അച്ഛൻ മറുപടി ഒന്നും പറഞ്ഞില്ല, കാരണം മറുപടി ഒന്നും പറയാൻ അദ്ദേഹത്തിന് കഴിയില്ല. ഈ നഴ്സ് ഓടി ചെന്ന് ആ മകനെ വിളിച്ചു. മകൻ ഓടി വന്നു, എന്നോട് പറഞ്ഞു, അച്ഛന് തീരെ വയ്യട്ടോ, അച്ഛൻ്റെ അടുത്ത് തന്നെ നിന്നോളൂ. അയാൾ അച്ഛൻ്റെ അരികിൽ തന്നെ നിന്നു. ഇങ്ങനെ തൊട്ട് തലോടി അച്ഛനെ ഇങ്ങനെ ആശ്വസിപ്പിച്ചൊക്കെ നിൽക്കുന്നുണ്ട്. അതിനിടയിൽ ഒരു പഠിച്ച് അച്ഛൻ മരിച്ചു. ഡോക്ടർമാരും നഴ്സുമാരും ഒക്കെ ഓടി വന്ന് എല്ലാവരും ഇങ്ങനെ കൂടി നിൽക്കുക. ആ കൂടി നിൽക്കുന്ന ആ ഇടത്തിൽ നിന്ന് ആ മകനില്ലേ ഇങ്ങനെ ഇറങ്ങി പുറത്തേക്ക് പോകുമ്പോൾ നഴ്സിംഗ് മുതൽ ചോദ്യം കേട്ട് നഴ്സിംഗ് അമ്പരന്ന് എന്താ ചോദിച്ചത് പറയാം, ഇതാരാണ്? നിങ്ങളുടെ അച്ഛനല്ലേ? എൻ്റെ അച്ഛനല്ല, എൻ്റെ അച്ഛൻ അപ്പുറത്ത് റൂമിലാണ്. പിന്നെ എന്തിനാണ് നിങ്ങൾ വിളിച്ചപ്പോൾ ഓടി വന്നത്? എന്നെ വിളിച്ചത് എന്നെ എന്തോ അവിടെ ആവശ്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് ഞാൻ ഓടി വന്നു. വേണ്ടപ്പെട്ട ഒരു മനുഷ്യനായി മാറാനുള്ളത് അങ്ങേയറ്റം സാഹസികമായ ഒരു പ്രവർത്തനം.